ഹലോ ഫ്രണ്ട്സ്, ഈ ഷോപ്പ് ഫോർ കില്ലേഴ്സിൻ്റെ 5th എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ സോറി ഫ്രണ്ട്സ്, കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെ വീടിനടുത്ത് കുറേ പേർക്ക് മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ എനിക്കും കിട്ടിയിരുന്നു നല്ല അസല് മഞ്ഞപ്പിത്തം. അതുകൊണ്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഇത്ര വൈകിയത്. എന്തായാലും ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ, കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എപ്പിസോഡിലേക്ക് പോവാം അല്ലേ. ആ ജോങ് എന്നുള്ള പയ്യൻ ചെയ്യാനെതിരെ തിരിയുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് എൻഡ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ഈ 5ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണിക്കുന്നത് ജോങ് ജിൻമാൻ്റെ അടുത്ത് വന്നിട്ട് അവന്റെ കമ്പനിയിൽ പാർട്ട് ടൈം വർക്കേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് കാണിച്ചുകൊണ്ട് അവിടെ ജോലി അന്വേഷിക്കുന്നതാണ്. അവൻ ജിൻമാന്റെ അടുത്ത് ഞാൻ ഈ പോസ്റ്റർ കണ്ടിട്ട് ഇവിടെ വർക്ക് അന്വേഷിക്കാനായിട്ട് വന്നതാണ്. പിന്നെ എനിക്ക് നിങ്ങൾ നേരത്തെ തന്നെ അറിയാം, നിങ്ങൾ ജിയാന്റെ അങ്കിളല്ലേ, ഞാനും ജിയാനും ഈ LP സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചത് എന്ന് പറയാണ്. അവൻ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ജിൻമാൻ ഇങ്ങനെ അവനെ ജോലിക്ക് എടുക്കണോ വേണ്ടിയോ, ഇവൻ ഏതാ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുന്ന കാണിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവിടെ കട്ട് ചെയ്തൊന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ജിയാനെ കാണിക്കുകയാണ്. ജിയാനെ അവൻ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്നിട്ട് ആരുടെ അടുത്ത് കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനവരുടെ അടുത്ത് ഞാൻ ജിയാന്റെ ഫോട്ടോ വെച്ചത് നിങ്ങൾ നോക്കിയല്ലോ അല്ലേ, ഞങ്ങളിപ്പോൾ ഓൾറെഡി ഇതിനകത്താണ്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഈ മദർ ഹെൽപ്പിന്റെ വെബ്സൈറ്റ് ഒന്ന് ഹാക്ക് ചെയ്തതിനു ശേഷം ഈ ഷോപ്പിംഗ് മാളും ഈ വെബ്സൈറ്റും എല്ലാം 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുക എന്ന് പറയാണ്. അതെല്ലാം കേട്ടിട്ട് അപ്പുറത്തെ ആൾ അവന്റെ അടുത്ത് എന്തായാലും ഇപ്പോൾ ഇതുവരെ ആയില്ലേ, ആ ജിയാനെ കൂടെ നീ അങ്ങ് തട്ടിയേക്ക് എന്ന് പറയാണ്. എന്ത് ഞാനിവിടെ കൊല്ലണോ എന്ന് പറഞ്ഞിട്ട് അവനെ നമ്പരക്കാണ്. അപ്പോൾ അവരവൻ്റെ അടുത്ത് നീ ഇത്രയൊക്കെ ചെയ്തില്ലേ, പിന്നെ ആ പെണ്ണിനെ കൊല്ലാൻ പറയുമ്പോഴേക്കും നീ പേടിച്ചു പോയോ എന്ന് ചോദിക്കുകയാണ്. അവനൊന്ന് ആലോചിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന തോക്കെടുത്ത് ജിയാനെ നേരെ ചൂണ്ടാണ്. എന്നാൽ ജിയാൻ അപ്പോൾ അവൻ്റെ അടുത്ത് നീ എന്താ നേരത്തെ പറഞ്ഞത് എനിക്ക് ശരിക്കും മനസ്സിലായില്ല, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എന്നെ റൂമിൽ പൂട്ടിയിട്ട് നീയാണെന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവനൊന്ന് ചിരിച്ചിട്ട് അതോ അത് ഞാൻ തന്നെയാ. കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ഊമയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ തന്നെ നിന്നെ പൂട്ടിയിട്ടത്. ഇങ്ങനെ ഒരു എക്സ്ട്രീം ആയിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോൾ നീ സംസാരിക്കുന്നത് എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. ശരിക്കും നീ എൻ്റെ അടുത്ത് നന്ദി പറയാൻ വേണ്ടത്, അല്ലെങ്കിൽ നീ ഇപ്പോഴും അതിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടുണ്ടാകില്ല എന്ന് പറയാണ്. അത് കേട്ടതും ജിയാനൊക്കെ ദേഷ്യം വന്നിട്ട് അവൻ്റെ അടുത്ത് ആളറി വിളിക്കുകയാണ്. അപ്പോൾ അവൻ ശരി കൂളായിട്ടിരിക്കുക, എനിക്കറിയാം നീ ഓൾറെഡി കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇവിടെ എന്താ ഏതാ നടക്കുന്നതെന്ന് അറിയാണ്ട്. നീ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാ ഇപ്പൊ നിനക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. സാരമില്ല, എല്ലാം ഞാൻ പതിയെ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഫ്ലാഷ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ നമുക്ക് കാണിക്കുന്നത് അവൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് ഒരു ഷോപ്പിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവനുണ്ടല്ലോ എപ്പോൾ നോക്കിയാലും ഈ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അന്നേരം അവനൊരിക്കൽ ഈ മദർ ഹെൽപ്പിന്റെ വെബ്സൈറ്റ് കാണാണ്. അതിനകത്തേക്ക് കയറിയതും ഇത് വെപ്പൺസ് സെയിൽ ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റ് ആണെന്നുള്ള കാര്യം അവന് മനസ്സിലാക്കുകയാണ്. അപ്പൊ തന്നെ അവൻ ആ വെബ്സൈറ്റിനെ ഹാക്ക് ചെയ്യാണ്. എന്നാൽ 5 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് റിക്കവർ ആകുകയാണ്. ആ ഒരു കാര്യം അവനെ അങ്ങ് അതിശയിപ്പിക്കുകയാണ്. സാധാരണ ഇങ്ങനെ ഹാക്ക് ചെയ്യാണെന്ന് വെച്ചാൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ റിക്കവർ ആകാറില്ല. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം അവൻ അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറയാണ്. എന്നാൽ ഫ്രണ്ട് ആവട്ടെ നമ്മുടെ രാജ്യത്തിനകത്ത് അങ്ങനെ വെപ്പൺ സെയിൽ ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റ് ഒന്നും ഉണ്ടാവില്ലടാ. ഇനി അഥവാ ഇതെല്ലാം ശരിയാണെങ്കിൽ തന്നെ അത് വെപ്പൺ സെയിൽ ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റ് ആണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ എന്തോ വലിയ കേസാണ്, നമ്മളായിട്ട് അറിയാതെ പോയി തലയിടുകയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കാണ്. പിന്നീട് അവർ നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെ അവരെയും കാത്ത് കുറച്ച് പേരുണ്ടായിരുന്നു. അവര് ജോങ്ങിനോട് മദർ ഹെൽപ്പിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത് അത് നിങ്ങളാണോ എന്ന് ചോദിക്കുകയാണ്. ഉത്തരം പറയാനൊന്നും സമയം കൊടുത്തില്ല കേട്ടോ. രണ്ടുപേരെയും തൂക്കിയെടുത്ത് അടിക്കുകയും പിന്നെ അവർ ഭീഷണിപ്പെടുത്തിയിട്ട് വീണ്ടും മദർ ഹെൽപ്പിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാനായിട്ട് പറയാണ്. അവന്റെ ഫ്രണ്ടിനാണെങ്കിൽ ഇതൊന്നും വലിയ വശമില്ല. അത് മാത്രമല്ല തോക്കിന് മുന്നിൽ ഇരിക്കുകയല്ലേ, അയാളൊക്കെ പേടിച്ചറിണ്ടിരിക്കുക. എന്നാൽ ജോങ് ആവട്ടെ അല്പസമയത്തിനുള്ളിൽ തന്നെ ആ വെബ്സൈറ്റ് വീണ്ടും ഹാക്ക് ചെയ്യാണ്. തൊട്ടടുത്ത നിമിഷം തന്നെ അവര് ജോങ്ങിന്റെ ഫ്രണ്ടിനെ കൊല്ലാണ്. സ്വന്തം ഫ്രണ്ടിനെ കൺവെന്റിൽ വെച്ച് ഇങ്ങനെ ഒരാൾ വെടിവെച്ച് കൊല്ലാന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ, ആകെപ്പാട് പേടിക്കില്ലേ. എന്നെയും കൊല്ലരുതെന്നെങ്കിലും പറഞ്ഞൊക്കെ അറിയില്ലേ. പക്ഷെ ഇവരെന്താന്നറിയോ പറഞ്ഞത്, ബോഡി നിങ്ങൾ എന്നെ ക്ലിയർ ചെയ്യല്ലോ അല്ലേ, ഇതിന്റെ പേരിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്നായിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ കട്ട് ചെയ്താൽ ജോങ് ചെയ്യാൻ്റെ അടുത്ത് പറയാം. അന്നേരം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ സാധാരണ ആൾക്കാരെ പോലെയല്ല, ഞാൻ കുറച്ച് ഡിഫറെന്റ് ആണെന്ന് എന്ന് പറയാം. ചെയ്യാനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് എന്റെ അങ്കിളിനെ കുറിച്ച് ചോദിച്ചത്, അല്ലാതെ നിന്റെ ജീവചരിത്രം വിളമ്പാനല്ല എന്ന് പറയാണ്. അപ്പൊ അവനവരുടെ അടുത്ത് നീ നിധി കൂട്ടല്ലേ, ഇതെല്ലാം പരസ്പരം ഒന്നിനൊന്ന് കണക്റ്റഡ് ആണ്, ക്ഷമയോടെ കേൾക്ക് എന്ന് പറഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യണം. ലീഡറായിട്ടുള്ള ആള് അവന്റെ അടുത്ത് ജിൻമാന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാൾ നിനക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ്. അവനില്ലാന്ന് പറയുമ്പോൾ അടുത്തതായിട്ട് ജിയാന്റെ ഫോട്ടോയും കാണിക്കുന്നു. അങ്ങനെ ഇപ്പൊ ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് അവൻ ജിൻമാന്റെ അവിടെ പണിയെന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. പെൻ ക്യാമറയൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെയുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാര്യമായിട്ടൊന്നും കിട്ടാതെ വന്നപ്പോ നൈസായിട്ട് ജിൻമാന്റെ അടുത്ത് എനിക്കൊന്ന് ബാത്റൂം പോകണം, വീട്ടിലെ ടോയ്ലറ്റ് ഒന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അവന്റെ വീട്ടിലും കയറി അന്വേഷിക്കാൻ നിൽക്കുകയാണ്. അവൻ അവന്റെ റൂം തുറന്നിട്ട് അതിൽ കയറി ചെക്ക് ചെയ്യാനായിട്ട് നിൽക്കായിരുന്നു. പെട്ടെന്നായിരുന്നു നീ എന്താ അവിടെ ചെയ്യുന്നേ എന്ന് ചോദിച്ചിട്ട് ജിൻമാൻ സൗണ്ട് കേൾക്കുന്നത്. എന്നാൽ അവിടെ ഒന്നും ജിൻമാൻ ഉണ്ടായിരുന്നില്ല. ഇവൻ മെല്ലെ പുറത്തു പോയി നോക്കുകയാണ് എവിടുന്ന് ശബ്ദം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴായിരുന്നു സീലിംഗിൽ ഒരു സ്പീക്കർ ഘടിപ്പിച്ചിരിക്കുന്നത് കാണുന്നത്. അവനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ജിൻമാൻ അകത്തേക്ക് കയറി വരാണ്. ഞാൻ ഫാക്ടറിയിലും ചെയ്യാൻ ഇവിടെയാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനും പറയാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഞാൻ ആ സ്പീക്കർ അവിടെ വെച്ചത് എന്ന് പറയാണ്. ഓക്കെ, ഞാൻ ചുമ്മാ ഇവിടേക്കൊന്ന് ചുറ്റിക്കാണായിരുന്നു, സോറി എന്ന് പറഞ്ഞിട്ട് അവൻ മേലെ തിരിച്ചു പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ജിൻമാൻ അവന്റെ അടുത്ത് അല്ല ഒന്ന് നിന്നേ, നീ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലേ പഠിച്ചെന്ന് പറഞ്ഞത്, എന്റെ കമ്പ്യൂട്ടറിന് എന്ത് ചെറിയ പ്രശ്നമുണ്ട്, നിനക്കൊന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ആഹാ, രോഗിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ അവൻ എങ്ങനെയെങ്കിലും ഇവിടേക്കൊന്ന് സെർച്ച് ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ജിൻമാൻ അവന്റെ കമ്പ്യൂട്ടർ തന്നെ ഏൽപ്പിക്കുന്നത്. ജോങ്ങിന് നല്ല ലോട്ടറി അടിച്ച പോലെ സന്തോഷമാകുകയും ജിൻമാന്റെ കമ്പ്യൂട്ടർ ശരിയാക്കാനായിട്ട് ഇരിക്കുകയും ചെയ്യാണ്.
ജിൻമാൻ അവന്റെ അടുത്ത് അല്ല ഇതിന്റെ ഫീസ് ഒക്കെ എങ്ങനെയാ എന്ന് ചോദിക്കുകയാണ്. അവനാണെങ്കിൽ വലിയ ആള് കളിച്ച് ജിൻമാന്റെ വിശ്വാസം നേടിയെടുക്കാന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിന് പൈസയൊന്നും തരേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഞാനും ചെയ്യാനും ചെറുപ്പത്തിൽ നല്ല ക്ലോസ് ആയിരുന്നില്ലേ എന്ന് പറയാണ്. ജിൻമാൻ ഉടനെ നിങ്ങൾ എപ്പോഴാണ് ഇത്രയ്ക്ക് ക്ലോസ് ആയത്, നിങ്ങൾ എപ്പോഴാണ് ഫ്രണ്ട്സ് ആയത് എന്ന് ചോദിക്കുകയാണ്. അവനങ്ങനെ ചോദിക്കുന്നത് ജോ അങ്ങോട്ടും വിചാരിച്ചതേ ഇല്ല. ഒന്ന് പതിനെങ്കിലും അത് വളരെ ചെറുപ്പത്തിലായിരുന്നു, 2ാം ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സ് ആയത് എന്ന് പറയാണ്. ജിൻമാൻ അവന്റെ മേലെ എന്തൊക്കെയോ സംശയങ്ങളുള്ള പോലെ ഉണ്ടായിരുന്നു. അത് പിന്നെ ചെയ്യാൻ അവള് ചെറുപ്പത്തിൽ അങ്ങനെ എല്ലാവരുടെ അടുത്തും കൂട്ടുകൂടുന്ന സ്വഭാവമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഫ്രണ്ട്സ് ആയതെന്ന് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ജോങ് അവന്റെ അടുത്ത് ചെയ്യാൻ ചെറുപ്പത്തിൽ സംസാരിക്കാൻ പറ്റില്ലായിരുന്നല്ലോ, അപ്പൊ ആ സമയത്ത് ഞാൻ അവളെ കുറെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ചെയ്യാനും കുറച്ച് പിള്ളേർ ചേർന്ന് സ്കൂളിൽ ഒരു തവണ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനായിരുന്നു നിങ്ങൾക്ക് ചെയ്യാൻ എവിടെയാണെന്നുള്ളത് കാണിച്ചു തന്നത് എന്ന് പറയാണ്. അവനത് പറഞ്ഞു മുഴുമിക്കുന്നതിന് മുമ്പേ ജിൻമാൻ അവന്റെ അടുത്ത് ശരി ശരി ഓക്കെ ഓക്കെ നീ പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നേക്ക്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് ഡിന്നർ എന്തെങ്കിലും വാങ്ങിത്തരാ എന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്തായാലും ജിൻമാൻ അങ്ങോട്ട് പോയതും അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇവന്റെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെക്കുകയും അതിനുള്ള ഫയൽസ് ഒക്കെ കോപ്പി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നേരം ഇവൻ ഈ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ബ്രദർ എന്ന് പറഞ്ഞ ആള് CCTV നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ സീൻ അവിടെ കട്ട് ചെയ്യാണ്. ജോങ്ങിനെ കാണിക്കുന്നു. അവനിങ്ങനെ മറ്റേ വില്ലന്മാരുണ്ടല്ലോ അവരുടെ അടുത്ത് നിന്ന് തുടരെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ എന്തായാലും മിഷൻ കംപ്ലീറ്റ് ചെയ്തോ, ഇതുപോലെ നടക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവനാണെങ്കിൽ നല്ല ദേഷ്യം വരികയാണ്. ഇവന്മാർക്ക് ഇത് പറഞ്ഞാലും മനസ്സിലായില്ലേ, ജിൻമാൻ അതൊന്ന് ഓപ്പൺ ചെയ്താലേ എനിക്ക് ഇവിടെ ഇരുന്നെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ കയറി ഇരിക്കുകയാണ്. പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർത്തില്ല എന്ന് വെച്ചാൽ അവന്റെ ഫ്രണ്ടിന് എന്താണ് സംഭവിച്ചാൽ അതന്നെ ഇവന് സംഭവിക്കാൻ പോണെന്ന് അറിയാലോ. അതുകൊണ്ട് അവൻ നല്ല പേടിയിലുമായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതും ജിൻമാൻ അവന്റെ കമ്പ്യൂട്ടറിൽ മദർ ഹെൽപ്പിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാണ്. എന്നാൽ അതിവിടെ ഇരുന്ന് ജോങ്ങിന് അവന്റെ കമ്പ്യൂട്ടറിൽ കാണായിരുന്നു. ജിൻമാൻ അറിയാതെ അവന്റെ കമ്പ്യൂട്ടർ സ്ക്രീന് ഇവനുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ജോങ്ങിന് മദർ ഹെൽപ്പിന്റെ ലോഗിൻ ഐഡിയും പാസ്വേഡും എല്ലാം കിട്ടുകയാണ്. അത് വെച്ച് അവൻ ഉടനെ തന്നെ മദർ ഹെൽപ്പിന്റെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യാണ്. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും എല്ലാം അവസാനം കയ്യിൽ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ നല്ല ഹാപ്പി ആകാണ്. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ആ വില്ലന്മാരിലൊരുത്ത അവന്റെ റൂമിലേക്ക് വരികയാണ്. അയാളെ കണ്ടതും ഇവൻ വേഗം കമ്പ്യൂട്ടറിൽ ചടപടാന്ന് എന്തൊക്കെയോ സെറ്റ് ചെയ്യാണ്. ആവശ്യം കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് എന്തിനാ ജോങ് അല്ലേ. അയാൾ വന്ന് ഇവന്റെ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യുകയും ഇവനെ കൊല്ലാനായിട്ട് ഇവന്റെ നേർക്ക് തോക്ക് ചൂണ്ടുകയും ചെയ്യാണ്. അവനും ആൾ ചെറിയ പുള്ളിയൊന്നും അല്ലല്ലോ. നിങ്ങൾ എന്നെ കൊല്ലാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉദ്ദേശം ഒരിക്കലും നടക്കില്ല, അതുപോലെ ഈ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നേ എന്ന് പറയാണ്. അപ്പൊ അയാള് അവന്റെ ലീഡർ ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നില്ലേ അയാളെ കോൾ ചെയ്യാണ്. നീ ആള് കൊള്ളാലോടെ ചേർക്കാ, നിനക്ക് അത്യാവശ്യം ഗട്സ് ഒക്കെ ഉണ്ട്, എന്നാലും ഇതൊന്നും ഞങ്ങളെ കൊണ്ട് വെച്ചുറപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ വിളിച്ചില്ലേ അയാളും ഇവന് കൊല്ലാൻ തന്നെ പറയാണ്. ഉടനെ തന്നെ ജോങ് പ്ലേറ്റ് മാറ്റിയിട്ട് അവന്റെ അടുത്ത് ഒരു ഡീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അല്ലല്ലോ ഒന്ന് നിന്നെ, നിങ്ങൾക്ക് എന്റെ കഴിവൊക്കെ മനസ്സിലായതല്ലേ, ഞാൻ എങ്ങനെ ആക്ഷനിൽ ഇറങ്ങുന്നത് നിങ്ങളിപ്പോ കണ്ടതല്ലേ. നിങ്ങൾക്ക് വേണ്ടത് ജിൻമാനിയല്ലേ, അത് അവന്റെ ആയുധങ്ങളെയോ, ഇത് ഏതായാലും എന്നെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾ എനിക്ക് ഒരു അവസരം കൂടി തരണം, എന്റെ അടുത്ത് ഒരു അടിപൊളി പ്ലാൻ ഉണ്ട് എന്ന് പറയാണ്. അവരും അവന്റെ ആ പ്ലാൻ കേൾക്കാൻ തയ്യാറാകുന്നു. പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവന്റെ പ്ലാൻ അനുസരിച്ചായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് കട്ടാകാണ്. ജോങ് ജിയാന്റെ അടുത്ത് നിന്റെ അങ്കിളിന് പിന്നീട് എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞിട്ട് ആ കമ്പ്യൂട്ടറിൽ 0404 എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാണ്. നേരത്തെ ബ്രദർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞതാണല്ലോ ആ ഫയൽ ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ ഇവന്റെ കള്ളിയെല്ലാം വിളിച്ചതാവുന്നു. അതിൽ ചില CCTV വിഷ്വൽസ് ആയിരുന്നു. ജിൻമാന് ജോങ്ങിന്റെ സത്യമൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. അവനെ കെട്ടിയിട്ടിരിക്കുന്നതും പിന്നീട് ഒരു കോള് വന്നതിന് ശേഷം അവനെ കെട്ടെടുത്ത് താഴെയിട്ട് ബാത്റൂമിനകത്തേക്ക് കയറി ചെല്ലുന്നതും വരെയാണ് ആ വിഷ്വൽസിൽ ഉണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് ജോങ് ആ പോട്ടൻ എന്തിനാണാവോ ഈ ഫയൽ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു ഇതിൽ മൊത്തം കഥയുണ്ടാകുന്നു, പക്ഷെ ഇതിൽ ഒന്നും തന്നെ ഇല്ലല്ലോ. അല്ല ചെയ്യാൻ ശരിക്കും എന്താ നടന്നെന്ന് അറിയാൻ എനിക്ക് ഒരു സെറ്റില്, നിന്റെ അങ്കിളിനെ ഞാൻ എങ്ങനെ കൊന്നെന്നറിയാൻ സാരമില്ല, ബാക്കി എന്താ നടന്നെന്ന് ഞാൻ ക്ലിയർ ആയി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവന്റെ അടുത്തുണ്ടായിരുന്ന പെൻ ക്യാമറ ഉണ്ടല്ലോ അതിന്റെ വിഷ്വൽസ് ചെയ്യാൻ കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ ഫ്ലാഷ് ബാക്കിലോട്ട് പോവാണ്. ജിൻമാൻ അവനെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് അവനെ അടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവനാണെങ്കിൽ എന്നെ മര്യാദയ്ക്ക് അഴിച്ചു വിട്ടു, നിന്നെ എന്താ ചെയ്യാൻ പോകുന്ന അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കാറുന്നുണ്ട്. നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ പിന്നെ ചെയ്യാൻ നിങ്ങൾക്ക് ജീവനോട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവനൊരു ഓഡിയോ ജിൻമാനെ കേൾപ്പിക്കുകയാണ്. അതിൽ ജിയാന്റെ വോയിസ് ആയിരുന്നു. ചാച്ചാ എന്നെ രക്ഷിക്കുക, ഇത് ഏത് സ്ഥലം, ഇവരൊക്കെ ആരായ എങ്ങനെ രക്ഷിക്കുക ചാച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് ജിയാൻ കരയുന്ന ശബ്ദമായിരുന്നു അത്. അത് കേട്ടതും ജിൻമാൻ ആകെ ടെൻഷൻ ആവുകയാണ്. അവൻ ആ വോയിസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജോങ് അവനോട് നീ ഞാൻ പറഞ്ഞ പോലെ കേട്ടില്ല എന്ന് വെച്ചാൽ ജിയാന്റെ കാര്യം ആ ബാബിലോണുകാരുണ്ടല്ലോ അവരങ്ങ് തീർത്ത് കളഞ്ഞേക്കും എന്ന് പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ ജിൻമാൻ അവൻ പറഞ്ഞതൊക്കെ ചെയ്യാനും പകരം ജിയാനെ വെറുതെ വിടണമെന്നും സമ്മതിക്കുകയാണ്. പാസിനെ കോൾ ചെയ്ത് പാസിൻ നീ എനിക്ക് തരാനുള്ള പൈസ ഉണ്ടല്ലോ അതിന് തരണ്ട എന്നും പറഞ്ഞിട്ട് നേരെ ബാത്റൂമിന്റെ സൈഡിലേക്ക് നടക്കുകയാണ്. എന്നാൽ ഇവനാണെങ്കിലോ നീ ആദ്യം എന്റെ കെട്ടഴിച്ചിട്ട് പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻമാന്റെ നേരെ തെറി വിളിക്കുകയാണ്. ജിൻമാൻ നേരെ തിരിച്ചു വരികയും അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി അവന്റെ വായിൽ തിരികെ കയറ്റിയിട്ട് മര്യാദയ്ക്ക് അവന്മാരോട് പറഞ്ഞേക്കണം ജിയാനെ വെറുതെ വിടാ എന്ന് പറഞ്ഞ് അവനെ വാൺ ചെയ്തിട്ട് പോവാണ്. പിന്നെ കുറെ കഷ്ടപ്പെട്ട് കെട്ടൊക്കെ അഴിച്ചിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന പെൻ ക്യാമറ ഉണ്ടല്ലോ അത് ഓൺ ചെയ്തിട്ട് മേലെ അകത്തേക്ക് ചെന്ന് നോക്കാണ്. ജിൻമാൻ സ്വന്തം കഴുത്തറുത്ത് അവിടെ ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. ഇവനത് കണ്ടതും ആകെ ഛർദ്ദിക്കാൻ തുടങ്ങി. എന്നാൽ അതിനുശേഷം ഒരു സൈക്കോയെ പോലെ ജിൻമാനെ നോക്കി ചിരിക്കുകയാണ് അവൻ. അങ്ങനെ ഇപ്പോ ഫ്ലാഷ് ബാക്ക് എൻഡ് ചെയ്യാണ്. ജിൻമാന്റെ മരണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഇപ്പൊ നമുക്കും ജിയാനും മനസ്സിലായി. അങ്കിളിനെ ഇങ്ങനെ കണ്ട് ജിയാൻ ആകെ തകർന്നിരിക്കുകയാണ്. ജിയാൻ അവന്റെ അടുത്ത്
ആ വോയിസ് അത് നിനക്ക് എവിടെന്നാ കിട്ടിയത്? ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കാണ്. അതോ അത് ഈ ഡീപ്പ് ഫേക്ക് വെച്ചുണ്ടാക്കിയതാ. നിന്റെ അങ്കിളിനെ അതൊന്നും അറിയാത്തെന്ന് വെച്ചാൽ നിനക്കും അറിയില്ലേ? ഇതൊക്കെ ഇന്നത്തെ കാലത്ത് കോമൺ അല്ലേ എന്ന് പറയാണ്. ജിയാൻ അത് കേട്ട് ആകെ ഒടിഞ്ഞു പോവാണ്. തനിക്ക് വേണ്ടിയിട്ടാണ് അങ്കിൾ മരിച്ചതെന്ന് പറഞ്ഞ് അവൾക്ക് സഹിക്കാനാവുന്നില്ല. ഇവനാണെങ്കിൽ ജിൻമാനെ കൊന്നതിന്റെ കാര്യം പറഞ്ഞ് സ്വയം ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബാബിലോണുകാര് ജിൻമാനെ കുറിച്ച് ഓരോ ഡയലോഗ് അടിച്ചപ്പോ ഞാനും ഒന്ന് പേടിച്ചതാ. ജിൻമാൻ ആളെ ഇന്റലിജന്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവൻ എന്റെ ഈ ചെറിയൊരു ട്രിക്കിൽ കൊടുങ്ങിയിട്ട് സ്വയം ചത്തിയാണെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും ഈ ബാബിലോണുകാരെ കൊണ്ട് പറ്റാത്ത കാര്യം, അവര് പേടിച്ച് മാറി നിന്ന കാര്യം ഞാൻ എത്ര ഈസി ആയിട്ടാണല്ലോ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻമാൻ മരിച്ചെടുക്കുന്ന സീന് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ട് അവനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. ജിയാനാണെങ്കിൽ ഇതെല്ലാം കേട്ട് സങ്കടം സഹിക്കാനാവുന്നില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞതും ജിയാൻ അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ഇത്രയും നേരം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങിയതും അവനൊന്ന് വല്ലാണ്ടാവാണ്. ജിയാൻ അവന്റെ അടുത്ത് നീ വലിയ ബുദ്ധിമാനാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആ ബാബിലോണുകാര് അവരെ നിന്നെ വെറുതെ വിടുന്നു വിചാരിച്ചോ? നീ ഇവിടുന്ന് പുറത്തിറങ്ങേണ്ട താമസം അവരെ നിന്റെ കഥ തീർക്കും. അല്ലല്ല അതിവിടെ നീ ഇവിടുന്ന് എന്നെ കൊല്ലാണെന്ന് പറഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന ലേഡി ഉണ്ടല്ലോ മിൻഹെ, അവരെ നിന്നെ തീർത്തോളും എന്നും പറയാണ്. ഇത് കേട്ടതും അവനാകെ ദേഷ്യം വരാണ്. ഞാൻ നിന്റെ അങ്കിളിനെ കൊന്നു, നിന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുക, എന്നിട്ടാണ് നീ എന്റെ അടുത്ത് ഈ ഡയലോഗ് അടിക്കുന്നത്. ബാബിലോണുകാരെ നിന്നെ കൊല്ലാൻ എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ നിന്നെ ഷൂട്ട് ചെയ്യാം. പിന്നെ നിന്റെ ചാച്ചൻ ആരാ എന്താന്നുള്ള കാര്യം കൂടി കുറച്ചു നേരം മുമ്പ് ഞാൻ പറഞ്ഞിട്ടാ നീ അറിയുന്നത്. എന്നിട്ട് അവളുടെ ഡയലോഗ് ആ പുറത്തുള്ള ആളുകളുണ്ടല്ലോ അവർ വിചാരിച്ചതിന് മിനിറ്റുകൾ വെച്ച് കൊന്നിട്ട് പോയിട്ടേയിരിക്കും. അവനെങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ചെയ്യാനൊട്ടും പേടിച്ചില്ല. അവളെ അവന്റെ അടുത്ത് എടാ നിന്റെ തലക്കേത് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക്. നീ തന്നെയല്ലേ എനിക്ക് പറഞ്ഞു തന്നത് ഓരോ കോഡിൽപ്പെട്ടവരും ഗ്രീൻ കോഡിലുള്ളവരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്ന്. എന്റെ അങ്കിള് മരിച്ചു, ഇനി ഗ്രീൻ കോഡിലുള്ളത് ഞാൻ മാത്രോ? എന്നെ രക്ഷിക്കാനും എന്തായാലും ബാക്കിയുള്ള കോഡിലുള്ള ആൾക്കാർ വരുന്നുള്ള കാര്യം നിശ്ചയമല്ലേ? പിന്നെ ബാബിലോണുകാരുടെ ഒരാളും ഇവിടെ ഇല്ല. അവർക്ക് നീ ചത്താലും ജീവിച്ചാലും ഒരു കോപ്പുമില്ല. നീ ജസ്റ്റ് അവരുടെ ഒരു കയ്യാള് മാത്രം. ഇപ്പൊ നിന്റെ മുമ്പിലുള്ള ഒരേ ഒരു കോഡ് ഗ്രീന് അത് ഞാനാ. നിനക്ക് എന്തെങ്കിലും ഡീൽ ഉണ്ടാക്കണമെങ്കിൽ അത് അവരുടെ അടുത്തല്ല എന്റെ അടുത്താ. അവനതൊക്കെ കേട്ടൊന്ന് പേടിച്ചെങ്കിലും ചെയ്യാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവന്റെ ഈഗോ ഹേർട്ടാകാണ്. നിനക്ക് എവിടെന്നാ ഇത്രയ്ക്ക് ധൈര്യം? നിന്റെ അങ്കിളിനെ ഞാൻ കൊന്നു, നിന്നെ ഇവിടെ പിടിച്ചു കിട്ടിയിരിക്കും. പുറത്ത് നിന്നെ കൊല്ലാൻ വേണ്ടി ആ ട്രോണുകൾ വന്നിട്ടൊക്കെ ഓർമ്മയില്ല. ഇതെല്ലാം ഇതുവരെ എത്തിച്ചത് ആരാ? ഞാൻ. അവനങ്ങനെ വയലന്റ് ആയെങ്കിലും ചെയ്യാനൊട്ടും പേടിച്ചില്ല. അവരെ മാക്സിമം ഒന്നുകൂടെ പ്രൊവോക്ക് ചെയ്യണം അവള്. എടാ നീ ഇതൊക്കെ അവരെ പേടിച്ചിട്ടല്ലേ ചെയ്തത്? നീ ശരിക്കും ബീരു. അവരെ നിന്നെ തോക്കിന്റെ മുന്നിൽ നിർത്തിയതുകൊണ്ടല്ലടാ നീ ഇതൊക്കെ ചെയ്തത്. പിന്നെ നീ എന്താ ക്ലെവർ ആണെന്നോ? നേരത്തെ ജീവഭയം കൊണ്ട് ഹോളിൽ കിടന്ന് എഴുതിയായിരുന്നില്ലടാ നീ. ഇതില് പ്രൊവോക്കായിട്ട് ജോങ് അവന്റെ ഗണ്ണെടുത്ത് ജിയാനെ നേരെ ചൂണ്ടുകയാണ്. എന്നാൽ ജിയാനും പെട്ടെന്നായിരുന്നു അവൻ അറ്റാക്ക് ചെയ്ത് കാലുകൊണ്ടൊന്ന് തൊഴിക്കുകയും അവന്റെ രണ്ട് കാലുകൾക്കിടയിൽ അവനെ കൊടുക്കുകയും ചെയ്യാണ്. പിന്നീട് അവന്റെ കാത് കടിച്ചു പറിക്കുകയാണ്. ശേഷം പിന്നെ ഒന്നൊന്നര ഫൈറ്റ് ആയിരുന്നു കേട്ടോ. അവൾ എങ്ങനെയൊക്കെ അവനെ തട്ടിയിടുകയും അവളുടെ കയ്യിൽ കെട്ടെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ജോഗും താഴെ വീണ ഗണ്ണെടുത്ത് അവളുടെ പുറകെ പോവാണ്. ജിയാൻ വേഗം അവിടെ ഒരു സ്ഥലത്ത് മറിഞ്ഞിരിക്കുന്നു. ഇവന്റെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടുക, ഇവിടെ നിന്ന് എങ്ങനെ പുറത്ത് പോകുമെന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് ജിൻമൻ പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടു പോകുമ്പോൾ നമുക്ക് ചുറ്റിലുമുള്ള എല്ലാതും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ജിയാൻ ഒരു ഐഡിയ തോന്നുകയും ആൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ എണ്ണയും കുറച്ച് കയറും എടുത്തിട്ട് ജോങ്ങിനെതിരെ ഒരു ചെറിയ ട്രാപ്പ് സെറ്റ് ചെയ്യാണ്. അവനും വൈകാതെ ആ കുരുക്കിൽ വന്ന് വീഴുകയും ചെയ്യുന്നു. ജിയാൻ അവനെ തലകീഴായിട്ട് കെട്ടിത്തൂക്കാണ്. എന്നാലും അവന്റെ സൈക്കോ സ്വഭാവത്തിന് ഒരു കുറവില്ല കേട്ടോ. നീ എന്താ വിചാരിച്ചത് നിന്റെ അങ്കിള് നല്ലവനാണെന്നോ? അയാൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടാവും. പിന്നെ ഈ ലോകം ഉണ്ടല്ലോ നന്മയുടെയും തിന്മയുടെയും ഒന്നും അല്ല, സ്ട്രോങ് ആയിട്ടുള്ളവരുടെയും വീക്ക് ആയിട്ടുള്ളവരുടെയോ. നിനക്ക് വേണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള എന്റെ കൂടെ കൂട്, അല്ലാതെ നിന്റെ അങ്കിളിന്റെ വശത്തല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങോട്ട് ദേഷ്യം പിടിപ്പിക്കുക. എന്റെ ചാച്ചനായിട്ട് കമ്പയർ ചെയ്യാൻ നീ ആരാടാ എന്ന് പറഞ്ഞ് അവൾ ആണൊരു ചവിട്ട് ദാ കിടക്കുന്നു. ചാങ്ങിന്റെ സീൻ ഓവർ. അങ്ങനെ ഈ സീൻ ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് പുറത്തുള്ള മിൻഹേനെയും ആ ബ്രദർ എന്നുള്ള പയ്യനുണ്ടല്ലോ അവനെയും കാണിക്കാണ്. അവളുടെ കയ്യിലുള്ള മുറിവുകളൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെന്റെ അടുത്ത് എന്നാലും നീ ജിയാൻ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരരുതായിരുന്നു എന്ന് പറയാണ്. പേടിക്കണ്ട, ജിയാൻ വീക്കൊന്നുമല്ല, അവളെല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളാം. ഇതന്നെയല്ലേ നമ്മുടെ ബോസും ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞിട്ട് അവനകത്ത് ചെന്ന് ഒരു വലിയ ചുറ്റിക എടുത്തിട്ട് വരികയാണ്. ബെയിലുമായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം ഏത് സമയവും ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബോസ് അന്ന് വീട് റിനോവേറ്റ് ചെയ്തത്. അങ്ങനെ പറഞ്ഞ് അവൻ ആ ചുറ്റിക എടുത്ത് ഭിത്തിയിൽ ആണിടിക്കുകയാണ്. മിൻഹയ്ക്കൊന്നും മനസ്സിലായില്ല. നോക്കുമ്പോൾ ഭിത്തിക്കകത്ത് അവൻ ഗണ്ണുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സമയം പുറത്ത് സോങ്ജോന്റെ ഒപ്പം വേറെയും കുറച്ചു പേര് കൂടി ജിയാനെ കൊല്ലാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഒരു പുൽച്ചാടിയെ പോലെയുള്ള റോബോട്ടിനെ അവർ ജിയാന്റെ വീട്ടിലേക്ക് വിടുകയാണ്. ഇതിനെയൊക്കെ ഇറക്കിയെന്ന് വെച്ചാൽ നമ്മുടെ പണി പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരും പുറകെ ജിയാന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. സോങ്ജോ അവരുടെ അടുത്ത് ജിയാനെ കൊന്നേക്കരുതിട്ടാ, കയ്യോ കാലോ തല്ലിയൊടിച്ചേക്ക് അവരുടെ മുഖം വ്യക്തമാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നും പറയാണ്. ജിൻമാന്റെ വീട് കാണുമ്പോൾ ഒരു സാധാരണ വീടായിട്ടൊക്കെ തോന്നുമെങ്കിലും എവിടെ നോക്കിയാലും അവരെ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബ്രദറും മിൻഹയും അവരിയ്ക്കുന്ന ഭാഗവും അതേപോലെ വീടിന്റെ ഫ്രണ്ട് ഭാഗവും ഒരു ഇരുമ്പ് ഡോർ വെച്ച് അടയ്ക്കുകയാണ്. ഇത് കണ്ട് സോങ്ജോ ആകെ അമ്പരക്കാണ്. ഈ ജിൻമാൻ ഇതൊക്കെ എപ്പോഴാണ് അവർ റെഡിയാക്കിയത്? അവൻ വേഗം ആ ഗുണ്ടകളുടെ അടുത്ത് ഡോർ അടയാറായി വേഗം കയറാനായിട്ട് പറയാണ്. അവരങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോൾ ആ റോബോട്ട് ഉണ്ടല്ലോ അത് ആ ഡോറ് മുഴുവനായിട്ട് അടഞ്ഞു പോകാതെ താങ്ങി നിൽക്കായിരുന്നു. എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായല്ലോ, നന്ദിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേഗം അതിനകത്തേക്ക് വരുന്നത്. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മിൻഹയും ബ്രദറും ആണെങ്കിൽ ആ ഡോറിന് അപ്പുറത്തായിരുന്നു.
ഇപ്പൊ നമുക്ക് നേരെ ജിയാനെ കാണിക്കാണ്. നീ എന്താ അങ്ങോട്ട് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലാതിരിക്കുകയാണ് ജിയാൻ. അപ്പോഴാണ് അവിടെ മദർ ഹെൽപ്പിന്റെ ഹാൻഡ് ഓവർ ഗൈഡ് കാണുന്നത്. അതിൽ തുടക്കത്തിൽ തന്നെ ജിൻമാന്റെ സന്ദേശം ഉണ്ടായിരുന്നു. ജിയാൻ, എനിക്കറിയാം നീ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു, പക്ഷെ നമ്മുടെ പക്കൽ അധികം സമയമില്ല. നിനക്ക് ഞാൻ 2 ചോയ്സ് തരാം. ആദ്യത്തേത്, നിനക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോവാം, പുതിയൊരു ജീവിതം തുടങ്ങാം. മദർ ഹെൽപ്പിന്റെ ബാക്ക് ഡോർ വഴി പോയാൽ നിനക്ക് പുറത്തേക്കുള്ള റൂട്ട് കിട്ടും. അതിൽ ഞാൻ തന്നിരിക്കുന്ന ആളുടെ നമ്പറിൽ വിളിച്ച അയാൾ നിന്നെ പുതിയൊരു ജീവിതം തുടങ്ങാൻ സഹായിക്കും. നിനക്ക് ജീവിക്കാൻ ആവശ്യമായ പണവും പുതിയൊരു ഐഡന്റിറ്റിയും. ഇനി അതല്ലെങ്കിൽ നിനക്ക് 2ാമത്തെ ചോയ്സ് തിരഞ്ഞെടുക്കാം. പുറത്ത് നിനക്ക് വേണ്ടി പൊരുതുന്ന, നിന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും കളയാനായിട്ട് നിൽക്കുന്ന അവരുടെ കൂടെ നിനക്ക് ചേരാം. മദർ ഹെൽപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവാം. മദർ ഹെൽപ്പിനെയാണ് നീ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഗൈഡിലുള്ള ബാക്കി പേജുകളെല്ലാം കൃത്യമായി തന്നെ നീ മനസ്സിലാക്കുക. ജിയാൻ, എനിക്കറിയാം ഞാൻ നിന്നെ ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലാണ് കൊണ്ടിട്ടേക്കുന്നതെന്ന്. സോറി ജിയാൻ, പക്ഷെ നിനക്ക് മുന്നിൽ ഇപ്പോൾ ഈ 2 ചോയ്സുകളുണ്ട്. അതിലേത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാൻ. ചെയ്യാൻ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണോ, അതോ അവൾക്ക് വേണ്ടി മരിക്കാനും തയ്യാറായി നിൽക്കുന്ന അവരുടെ പക്കലേക്ക് പോകണോ? സീൻ അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ വീടിനകത്ത് കാണിക്കുകയാണ്. മിൻഹയുടെ അവിടെ ഉണ്ടായിരുന്ന ആ ഇരുമ്പ് വാതിലുണ്ടല്ലോ, അത് ആ റോബോട്ട് തുറന്നിട്ട് അതിനകത്തേക്ക് വിഷവാതകം കയറ്റിവിടുകയാണ്. അവിടെ ആകെ മൊത്തം പുകമയമായി. മിൻഹയും ആ ബാക്കി ഉണ്ടായിരുന്നവരും എല്ലാവരും വേഗം മാസ്ക് എടുത്തിടുകയാണ്. പക്ഷെ അധികം നേരമൊന്നും ഇങ്ങനെ പിടിച്ചു നിന്നാൽ ശരിയാവത്തില്ലല്ലോ. മിൻഹ വാതില് പകുതി തുറക്കുകയും അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി വരികയും ചെയ്യാണ്. പിന്നീട് മിൻഹയുടെ ഒരു 1.5 ഫൈറ്റ് ആയിരുന്നു. എന്നാൽ അതിനിടയിൽ മിൻഹയ്ക്ക് ബുള്ളറ്റും കൊള്ളുന്നുണ്ട്. അപ്പോഴേക്കാണ് പുറകുന്നൊരു ശബ്ദം മിൻഹയെ വേഗം അകത്തേക്ക് കയറിയെന്ന്. നോക്കുമ്പോഴേ ജിയാൻ വന്ന് നിൽക്കുന്നു. അവള് ഇവരുടെ കൂടെ നിൽക്കാനായിരുന്നു ചൂസ് ചെയ്തത്. മിൻഹ അകത്ത് കയറിയതും ജിയാൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന 2 ബോംബ് എടുത്ത് നേരെ ഗുണ്ടുകളുടെ നേരെ എറിയാണ്. അവരുടെ കാര്യം കട്ടപ്പുകയായെന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് നോക്കുമ്പോൾ അതിൽ ഒരുത്തം മാത്രം രക്ഷപ്പെട്ടേക്കുന്നു. അവൻ നേരെ ഇവരുടെ അടുത്തേക്ക് വരികയും ഓൾറെഡി വെടികൊണ്ട് കിടക്കുന്ന മിൻഹയെ വീണ്ടും വെടിവെക്കുകയും മറ്റേ പയ്യനെ അടിച്ചിട്ട് ജിയാനെ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ജിയാൻ അവന്റെ അടുത്ത് തിരിച്ചടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവളെ കൊണ്ട് പറ്റുമായിരുന്നില്ല. അവൻ ജിയാനെ അടിച്ച് താഴെയിടാണ്. സോങ്ചാനെ വിളിച്ച് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, ജിയാനെ കിട്ടിയോ, അവള് ജീവനോടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ജിയാനെ കിട്ടി, പക്ഷെ ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഓക്കെ പക്ഷെ നീ അവളെ കൊല്ലല്ലേട്ടാ എന്ന് പറയാണ്. എന്നാൽ ഇവനാണെങ്കിൽ ആ ബോംബ് കിട്ടിയപ്പോൾ ഇവന്റെ മുഖത്തിന്റെ പാതി ഭാഗം പൊള്ളിപ്പോയല്ലോ. അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊല്ലത്തൊന്നുമില്ലോ, പക്ഷെ ഇവളുടെ ഫേസിന്റെ പകുതി ഉണ്ടല്ലോ അതങ്ങോട്ട് ഞാൻ കീറിക്കളയും എന്ന് പറഞ്ഞിട്ട് ജിയാന്റെ മുഖത്തിന് കത്തി കൊണ്ട് കീറാൻ വേണ്ടി പോവാണ്. അപ്പോഴാണ് ആരോ പുറകിൽ നിന്ന് അയാളുടെ മേലെ കത്തി തറയ്ക്കുന്നത്. അയാൾ നേരെ ജിയാന്റെ മേലെ വീഴുന്നു. നോക്കുമ്പോൾ അത് മറ്റാരും ആയിരുന്നില്ല, പാസിനായിരുന്നു, അവളുടെ മാസ്റ്റർ. അവള് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പാസിനെ കെട്ടിപ്പിടിക്കുന്നു. പാസിനെ കണ്ടപ്പോൾ അവൾക്ക് എത്രമാത്രം ആശ്വാസമായിട്ടുണ്ടാവും അല്ലേ. അവനവളുടെ അടുത്ത് ജിയാൻ, നമുക്കധികം സമയമില്ല, പെട്ടെന്ന് തയ്യാറാവണം, ബെയില് വരുന്നുണ്ട് എന്ന് പറയാണ്. ബെയിലോ? അതാരാ? നിന്റെ അച്ഛനെയും അമ്മനെയും കൊന്നവൻ. ഇതോടു കൂടിയിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ആരാണ് ഈ ബെയില്? അവനും ജിൻമാനും തമ്മിലുള്ള ബന്ധം എന്താണ്? അയാൾ എന്തിനാണ് ജിയാന്റെ അച്ഛനെയും അമ്മനെയും കൊന്നത്? ഇപ്പൊ ഇവിടെ കൊല്ലാനായിട്ട് നടക്കുന്നത്? ഇതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.